അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം ജീവിതത്തിലെമ്പാടും അനുഭവിക്കുന്ന വിശ്വാസികൾ ചെറുതായാലും വലുതായാലും എല്ലാത്തിനും ഒരു മഹിമയും പ്രാധാന്യവുമുണ്ട് എന്ന് തിരിച്ചറിയാനാകുന്നവനാണ് സത്യവിശ്വാസി. വിഷമങ്ങളും പ്രയാസങ്ങളും പോലും ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, ഭൂമിയിലെ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവനെ നിശ്ചയിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് അന്നം എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത്. അത് ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. മനുഷ്യ ജീവിതത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. ഇസ്ലാം അതുകൊണ്ട് തന്നെ അന്നം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. അത് ആളുകൾക്ക് നൽകുക എന്നുള്ളതും വലിയ പ്രാധാന്യമായിട്ടാണ് ഈ മതം പരിചയപ്പെടുത്തുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ് എന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അന്നം തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ് എന്ന് ഖുർആൻ പലയിടത്തായി പറയുന്നുണ്ട്. ജുമുഅ സൂറത്തിന്റെ അവസാന ഭാഗം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുണ്ട്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിന്റെ മിമ്പറയിൽ ഖുത്ബ നടത്തവേ പുറകിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന് ബഹളം കേട്ടു. അത് അവിടെ വന്ന കച്ചവട സംഘത്തിന്റെ വിളിയാളമാണ്. സ്വാഭാവികമായും ഇറങ്ങിയോടി പലരും. അതൊരു മഹാഭൂരിപക്ഷത്തിന്റെ ഓട്ടമായി മാറി. പ്രവാചകനും വളരെ ചുരുക്കം ആളുകളും മസ്ജിദിൽ അവശേഷിച്ചു. പക്ഷേ ഈ നബിയെ അല്ലാഹു കൈവിടുകയില്ല. ആരൊക്കെ പിന്തിരിഞ്ഞു പോയാലും ഈ നബിയുടെ കൂടെ റബ്ബുണ്ടാകും. അല്ലാഹു പറഞ്ഞു, നീ എന്തിന് വിഷമിക്കണം? വഇദാ റഅൗ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമാ
നിന്നെ ഒറ്റക്ക് നിൽക്കുന്നവനായ നിലയിൽ ഉപേക്ഷിച്ചിട്ടവര് കടന്നുപോയി. അവര് കച്ചവട സംഘവും വിനോദവും കണ്ടപ്പോൾ അവർ ഇറങ്ങിയോടി. നബിയേ, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. ആശ്വസിക്കുക പ്രവാചകരെ, ഇതിനേക്കാളും ഉത്തമം അല്ലാഹുവിന്റെ അടുക്കലാണ്. അവന്റെ ഖജാന വിശാലമാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ. അന്നം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആകുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ പ്രാധാന്യം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅ്മത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. അല്ലാഹു അല്ലാത്ത വല്ല സൃഷ്ടാവും നിങ്ങൾക്ക് വല്ലതും നൽകിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഞാനല്ലാത്ത വല്ലവരും നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അവൻ നിങ്ങൾക്ക് അന്നം നൽകുന്നവനാണ്. യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ലാ ഇലാഹ ഇല്ലാ ഹുവ. അവനല്ലാതെ ഒരു ഇലാഹില്ല. ഫഅന്നാ തുഫകൂൻ. എന്നിട്ടും എവിടെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? എന്ത് സംഗതിയാണ് നിങ്ങളെ തെറ്റിക്കപ്പെടുന്നത്? ഖുർആൻ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. എന്താണ് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് മനുഷ്യ? അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ. എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന പടച്ച തമ്പുരാൻ, പടച്ച റബ്ബ് അല്ലാഹ് നൽകുന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് അന്നത്തെ പരിചയപ്പെടുത്തുന്നത്. ആഹാരം ലഭിക്കാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ദുനിയാവിലുണ്ട്. വിശപ്പ് എന്ന് പറയുന്ന വല്ലാത്തൊരു പരീക്ഷണം അനുഭവിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിട്ടും ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങളത് തിന്നരുത്. അതോടുകൂടി അതിനോട് മോഹം കൂടും എന്നാണ്. വിലക്കുകളോട് മനുഷ്യന് വല്ലാത്ത മോഹം തോന്നുമത്രേ. അതവൻ്റെ മനസ്സിൻ്റെ ഉത്ബുദ്ധമായൊരു തേട്ടമായിട്ട് പലപ്പോഴും മാറും. തീർച്ചയായിട്ടും എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. അന്നമുണ്ട്, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. എത്രയോ ആളുകൾ അന്നമുണ്ട്, അന്നമില്ല, അവർക്ക് അങ്ങനെ വിശപ്പ് ഒക്കെ ലോകത്ത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹം, ഇതിനെക്കുറിച്ച് ഓർക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന അന്നം, നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം അനുഗ്രഹമാണ്. കുടിവെള്ളം ദുരുപയോഗം ചെയ്യരുത്. വുളൂ ചെയ്യുമ്പോൾ ധാരാളമായിട്ട് മുഖം കഴുകിയ സ്വഹാബിയോട് നബി പറഞ്ഞു, മിതത്വം കാണിക്കണം. അപ്പോൾ അത്ഭുതത്തോടെ ഏത് മനുഷ്യനും ഇന്നും ചോദിക്കുന്ന ചോദ്യം, അഫിൽ വുളൂഇ സറഫുൻ യാ റസൂലല്ലാഹ്, വുളൂവിലും ധൂർത്തുണ്ടോ? അഫിൽ വുളൂഇ സറഫ്, അതിലെങ്ങനെ ധൂർത്ത് വരാൻ? അതൊരു ഇബാദത്ത്, അതൊരു ആരാധന. മുഖം കൈകാലുകളൊക്കെ വൃത്തിയായി കഴുകുമ്പോ കുറച്ച് നന്നായിട്ട് കഴുകണം എന്നുള്ള ചിന്ത, അതുകൊണ്ട് ചോദിച്ചതാകണം. അപ്പോൾ മറുപടി വന്നു, വൈൻകും തഅല നഹരിൻ ജാരിൻ, ഒഴുകുന്ന പുഴയിലാണ് നീ വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ മിതത്വം വേണം. മിതത്വം പഠിപ്പിച്ചു. വെള്ളത്തിന്റെ കാര്യത്തിൽ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ, ഇതെങ്ങാനും വറ്റിപ്പോയാൽ ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ, പിന്നെ എവിടുന്ന് വറവ് ജലം നിങ്ങൾക്ക് വരാൻ? മുൽക്ക് സൂറത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂന, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറക്കിയതാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാം ഇറക്കി തന്നതാണോ? ലൗ നശാഉ ലജഅൽനാഹു ഉജാജാ, നമ്മൾ കരുതിയിരുന്നെങ്കിൽ അത് ഉപ്പ് കലർത്തിയ വെള്ളമാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അപ്പൊ അന്നപാനീയങ്ങൾ അള്ളാഹുവായിട്ട് ബന്ധപ്പെടുക, അത് റബ്ബ് തന്ന അനുഗ്രഹമാണ് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വിശ്വാസികൾ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും
ആ സമീപനം പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹു ഒരു അടിമയെ തൃപ്തിപ്പെടും. അള്ളാഹിന്റെ റിള ഒരു അടിമക്ക് കിട്ടും. എപ്പോ? അയ്യക്കുലൽ അഖിലത, അയാള് ഭക്ഷിക്കുമ്പോ ഫയഹ്മദുഹു അലൈഹാ, അത് കഴിഞ്ഞിട്ട് അവൻ അള്ളാഹിനെ സ്തുതിച്ചു, ഹംദ് നടത്തി, അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി അവന് കിട്ടി. ഔ യശ്റബ ശുർബ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം അവൻ കുടിച്ചപ്പോ വയഹ്മദുഹു അലൈഹാ, അതിന്റെ മേലിൽ അവൻ അള്ളാഹ്ക്ക് ഹംദ് പറഞ്ഞു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവൻ അള്ളാഹിന്റെ തൃപ്തിയിലാണ് എന്നാണ്. പടച്ചവനെ, നിനക്കാണ് സകല സ്തുതിയും. ഈ അന്നം ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു കഴിവ് അല്ലേ? എത്ര ആളുകൾ എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്? ചൂവിട്ടിട്ടാണ്, മൂക്ക് കൂടെയാണെന്നൊക്കെ കേൾക്കുന്ന എത്രയോ ഹതഭാഗ്യർ എന്ന് നമ്മൾ കരുതുന്നവർ ഭൂമിയിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് ഈ അനുഗ്രഹം എത്ര മനോഹരം. രുചിമുകുളങ്ങൾ, രസന എന്ന പേര് പോലും നാവിന്റെ പര്യായമായി വന്നത് അതിന്റെ രുചിയുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യന് താല്പര്യം ഉണ്ടാകും ഭക്ഷണം എന്ന് പറയുന്നത്. അയൽക്കാർക്ക് അതുകൊണ്ടാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊക്കെ ഒരു വലിയ പുണ്യം ഒളിഞ്ഞു കിടക്കുകയാണ്. അയൽക്കാരന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് അല്ലെങ്കിൽ അനാഥ മക്കളുടെ വിഷമമായിട്ട് നിങ്ങളുടെ ഭക്ഷണം മാറരുത്. ശർറു തആമി തആമുൽ വലീമ, ഏറ്റവും മോശമായ ഒരു വിവാഹ ഭക്ഷണം, അത് ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി പറയാണ്, അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു, യുദ്ആ ലഹാ അൽഗനിയാ, സമ്പന്നന്മാർ, യുത്സറഖു അലൈഹാ അൽ ഫുഖറാ, പാവങ്ങളെ അവഗണിച്ചു. ഇത് തിന്നണമെന്ന് പൂതിയുള്ളവനെ വിളിച്ചിട്ടില്ല. ഇതൊന്നും വേണ്ടാത്ത കുറെ ആളുകൾ അവിടെ അങ്ങനെ വന്ന് പോകുന്നു. അതേറ്റവും ഈ ലോകത്തിലെ ഏറ്റവും മോശമായ വിവാഹ ഭക്ഷണം എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്നം, ആ അനുഗ്രഹം, അള്ളാഹിന്റെ അനുഗ്രഹം ഓർക്കുക. വദ്കുറൂ നിഅ്മത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹം ഓർക്കുക. ഐക്യരാഷ്ട്രസഭയുടെ അതുപോലെ ആരോഗ്യ വിദഗ്ധന്മാരുടെ ഒക്കെ കണക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ലോകത്ത് 100 കോടി ടൺ ഭക്ഷണം ഒരു വർഷം പാഴാക്കുന്നു എന്നാണ് കണക്ക്. 100 കോടി ടണ്ണ്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് എത്ര പാഴാക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അതിങ്ങനെ ഒന്നിച്ചു കൂട്ടുമ്പോ ഒരു ലോക വ്യവസ്ഥയിൽ അതിന്റെ കണക്ക് വരികയാണ്. ഇന്ത്യയുടെ കണക്ക് വരികയാണ്. പാർലമെന്റിൽ ഒരു MP ചോദിക്കുകയാണ് ഭക്ഷണത്തെ പറ്റി. അപ്പൊ മറുപടി ഇത്ര കോടി, 7.82 കോടി ഭക്ഷണം, അത്ര ടണ്ണ് ഭക്ഷണം ഇന്ത്യയിൽ പാഴാക്കുന്നു. കേരളം ഒട്ടും മോശമല്ല. നല്ല ഹോട്ടലിൽ കയറി നോക്കൂ, അതിന്റെ കിച്ചന്റെ ഭാഗത്ത് പരിസരത്തൊക്കെ പോയി നോക്കാം, അന്തം പൊടി എത്രയോ ഭക്ഷണം. അങ്ങനെ നമ്മളല്ല തന്ന അനുഗ്രഹമാണ്. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു, എല്ലാം ഓർഡർ ചെയ്യും, എന്നിട്ട് അത് തിന്നൂല. അത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അത് ബാക്കിയിട്ട് പോവുകയാണ്. അത് പിന്നെ ആർക്കുമില്ല, അത് നശിപ്പിക്കുക. ചിലർ പൊഴിച്ചിടുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ അനുഗ്രഹമാണിതെന്നറിയും. ഈ അന്നം കിട്ടാതെ ലോകത്ത് ആളുകൾ പടഞ്ഞു മരിക്കുന്ന ഗസയുടെ കണ്ണുനീരിന്റെ കാലമാണ്. ലോകത്തെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളും തുടുത്ത മക്കളുള്ള ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഫലസ്തീൻ ജനതക്ക്. അപ്പൊ ഫോട്ടോകളൊക്കെ വരുമ്പോൾ നമ്മൾ അന്തം വിടുക. എല്ല് ഉന്തിയ മക്കൾ, അന്നം കിട്ടുന്നില്ല. അന്നത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോ തലയുടെ മുകളിൽ ബോംബ് വന്ന് വീണ് മരിക്കുന്നവർ, വിശന്ന് പൊരിഞ്ഞു മരിക്കുന്നവർ, മുലയൂട്ടുന്ന ഉമ്മമാർ, ഗർഭിണികളായ പാവം പെണ്ണുങ്ങൾ, ആഹാരമില്ലാതെ അവർ മരണം നോക്കി കാത്തു കഴിയുന്നു. ഭക്ഷണത്തെ വിതരണം ചെയ്യുന്നൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു വാഹനം വരുമ്പോഴേക്ക് എല്ലാം മറന്നതിന്റെ പിന്നാലെ ഓടുന്ന പാവങ്ങൾ. ചില ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നനഞ്ഞു പോകും. അല്ലാഹു തന്ന എത്ര വലിയ അനുഗ്രഹം, അതിങ്ങനെ ഓർക്കണം. അതാ ഖുർആൻ പറഞ്ഞത്, വദ്കുറൂ നിഅ്മത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. ഒരു ഉച്ചയുടെ സമയം, ചില റിപ്പോർട്ടുകളിൽ ഒരു രാത്രിയുടെ സമയം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുന്ന ഒരു നേരം, കൂട്ടുകാരൻ ഉമറിനെ കാണുന്നു. രണ്ടുപേരും അങ്ങനെ നടക്കുന്നു.
വെറുതെ പുറത്തിറങ്ങിയതല്ല. നല്ല വിശപ്പ്, വീട്ടിലൊന്നുമില്ല, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ അവര് പുറത്തിറങ്ങിയതാണ്. മദീനയുടെ സുഭിക്ഷത എന്ന് പറയപ്പെടുന്ന കാലമാണെന്ന് ഓർക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടു. വഴിയിൽ പ്രവാചകനെ കണ്ടപ്പോ 3 പേരും നടക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്തിനാ ഇപ്പൊ പുറത്തിറങ്ങിയത്, എങ്ങോട്ടാണ് യാത്ര? ആ നബിയുടെ 2 കൂട്ടുകാരും അവരുടെ കാര്യം പറഞ്ഞു. വിശന്നിട്ട് പുറത്തിറങ്ങിയതാണ് നബിയെ. അബൂബക്കറിന്റെ മറുപടി, ഉമറിന്റെ മറുപടി, അങ്ങെന്തിനീ നേരത്ത് പുറത്തിറങ്ങി? 2 ലോകത്തിലെ ഉന്നതന്മാരായ 2 ശിഷ്യന്മാരുടെ മറുചോദ്യം. അപ്പൊ ഒരു മറുപടിയുണ്ട്, ഖത്താബിന്റെ മകനെ, അബൂ ഖുഹാഫയുടെ മകനെ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, അതേ കാര്യത്തിനാണ് ഞാനും പുറത്തിറങ്ങിയത്. അതാണ് അന്നത്തെ വിശപ്പ്. 3 പേരും നടന്നു. അങ്ങനെ അവർക്കൊറ്റ ലക്ഷ്യം, അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അവിടെ ഉണ്ടാകും എന്തേലും. അബൂ അയ്യൂബ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. മദീനയുടെ ഹിജറ വന്നപ്പോ ഒട്ടകം മുട്ടുകുത്തിയത് ആരുടെ വീടിന്റെ മുന്നിലാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അബൂ അയ്യൂബ്. അത്രമേൽ വാരിക്കോരി അന്നം കൊടുക്കുന്ന അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ആ വീട്ടിലെത്തുന്നു. അവരെ കണ്ടപാടെ പിന്നെ വേറൊന്നും ചോദ്യമല്ല. അതാണ് ഇസ്ലാമിന്റെ ആതിഥ്യം. ആ കൾച്ചർ അതാണ്. പാല് കറന്ന് കൊടുക്കുക. അവര് കുടിച്ചു. പിന്നെ അദ്ദേഹം കത്തിക്ക് മൂർച്ച കൂട്ടുക. അപ്പോ റസൂലുള്ളാഹി പറയാണ്, വേണ്ട അബൂ, വേണ്ട സഹോദര അബൂ അയ്യൂബ്, ഞങ്ങൾക്ക് വിശപ്പൊക്കെ മാറി. അദ്ദേഹം പറഞ്ഞു, പറ്റൂല, ഇതെന്റെ അവകാശമാണ്, നിങ്ങൾ തടയരുത്. ആടിനെ അറുത്തിട്ട് അവർക്ക് നല്ല മാംസം പാചകം ചെയ്ത് റൊട്ടി ഉണ്ടാക്കി കൊടുത്തു അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോ പുണ്യനബിയുടെ കണ്ണ് നനയുന്നുണ്ട്. മറ്റൊന്നുമല്ല, അല്ലാഹു തന്ന അനുഗ്രഹം ഓർക്കുകയാണ്. വിശന്ന് വന്നു, ഇപ്പൊ വിശപ്പ് മാറി, അൽഹംദുലില്ലാഹ്. അബൂബക്കറും ഉമറും ചോദിച്ചു, എന്തിനാണ് കണ്ണ് നനയുന്നത്, നയനങ്ങളിൽ കണ്ണുനീര് പൊടിയുന്നത് എന്തിന് പ്രവാചകരെ? അപ്പോൾ വന്നു മറുപടി, ഇതൊരനുഗ്രഹമാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എന്തോ ഒരു വിശപ്പ്, ഇപ്പൊ അതൊക്കെ അള്ളാഹു മാറ്റി തന്നു, ഇത് അനുഗ്രഹമാണ്. ثم لتسألن يومئذ عن النعيم. ഈ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യുന്നതാണ്. ചെറിയൊരു സൂറത്തിന്റെ അവസാന ഭാഗമാണ്. ആ ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ സംഭവം ബോധ്യപ്പെടും. അവിടെയാണ് അന്നത്തിന്റെ ഒരു പ്രാധാന്യം. ഒരിക്കലും അത് പാഴാക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല, പാടില്ല എന്നുള്ളൊരു നിയമം, അതിൻ്റെ ഗൗരവം. അതുകൊണ്ടാണ് സ്വർഗത്തെ പറ്റി പറയുമ്പോൾ അന്നത്തെ ഒരു തലമുറ, വിശപ്പ് അനുഭവിക്കുന്ന തലമുറയാണ്. അവരോട് സ്വർഗത്തിലെ ഒരുപാട് ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ. അവിടുത്തെ പാലിനെ പറ്റി ലബൻ, അവിടുത്തെ തേനിനെ പറ്റി അസൽ, അവിടുത്തെ മണ്ണ്, അവിടുത്തെ സൽവ. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ. അവർക്ക് പഴം കൊടുക്കുമ്പോൾ അവര് പറയും, ഇത് നേരത്തെ കിട്ടിയ പഴമല്ലേ? അള്ളാഹു പറയാനല്ല, തിന്നോക്ക്, രുചി വേറെയാ. ഒരേപോലെയുള്ള പഴം അവർക്ക് നൽകപ്പെട്ടതാണ്. ഓരോന്നിനും ഓരോ രുചി. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് അനുവാദവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ടാണ് അന്നത്തിന്റെ വില, അത് നശിപ്പിക്കരുത് എന്ന പ്രാധാന്യം. 2 കറുത്ത സാധനങ്ങളാണ് ഞങ്ങൾ മാസങ്ങളോളം ഭക്ഷിച്ചത്. അടുപ്പത്ത് ഞങ്ങളൊന്നും വേവിച്ചില്ല. ആയിഷ ബീവി പറയുന്നുണ്ട്, അപ്പോൾ ചോദിച്ചു, എന്തായിരുന്നു അത്? അത്തംറു വൽ മാ, വെള്ളവും കാരക്കയുമാണ്. സമ്പന്നത പിൽക്കാലത്ത് വന്നപ്പോ, ഇസ്ലാമിക ലോകത്ത് നല്ല ഭക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോ
ഐഷാ ബീവി പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ നിലത്തിരുന്നിട്ടല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങളുടെ പ്രവാചകൻ ഒരു തവിട് കളഞ്ഞ റൊട്ടി തിന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ദാരിദ്ര്യവും അതിൻ്റെ ഒരു പ്രയാസവും ആലോചിച്ച് നോക്കണം നമ്മൾ, അതിൻ്റെ ഒരു ഗൗരവം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ മൈമൂന റളിയല്ലാഹു അൻഹാ ഐഷത്തും വ ഹഫ്സത്തും വ സൗദാ സ്വഫിയത്തും മൈമൂനത്തും വ റംലാ, റസൂലുള്ളാഹിന്റെ സഹധർമ്മിണിമാർ. അതിൽ മൈമൂനാനെ പറ്റി നബി പറയാണ്, എൻ്റെ മൈമൂന എത്ര നല്ല പെണ്ണാണ്, മൈമൂന എത്ര നല്ല സ്ത്രീയാണെന്ന് നിങ്ങൾക്കറിയുമോ? സാഗൂതം അവര് മൈമൂനാന്റെ ഗുണം ശ്രദ്ധിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, താഴെ വീഴുന്ന ഭക്ഷണം എടുത്ത് കഴുകി കഴിക്കുന്നു എൻ്റെ മൈമൂന. മൈമൂനാന്റെ ഒരു ഗുണം പറയാം. അന്നത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. എത്ര ഭക്ഷണം നമ്മളെ വീട്ടിൽ നശിപ്പിച്ചു കളയുന്നു. നാളെ പട്ടിണി മുന്നിൽ വരുമ്പോ എന്താണ് നമ്മളെ അവസ്ഥ എന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് അന്നം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല, ഭക്ഷണം നശിപ്പിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു അളവിന് കൃത്യമാക്കിയിട്ട് അത് വേണം, അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്. അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ഖുർആൻ അതാ പറഞ്ഞത്, അള്ളാഹ് തന്ന അനുഗ്രഹം ഓർക്കണമെന്ന്. ഏറ്റവും കൂടുതൽ ഭൗതികമായ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം നശിപ്പിക്കുന്നത്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ഒരു നിയന്ത്രണം വേണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് രോഗികളായി മാറുന്നത് ഭക്ഷണം കൊണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദൂർത്തടിക്കുന്നതും ഭക്ഷണത്തിന്റെ പേരിൽ. അതുകൊണ്ടൊരു നിയന്ത്രണം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വാസികളുടെ സമൂഹത്തിന്, വ്യവസ്ഥാപിതമായ ഒരു സമൂഹത്തിന് അതിൻ്റെ കാര്യവും അതിൻ്റെ ബോധ്യവും പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്ന റിസ്ഖ് എന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തി ജീവിതം ക്രമപ്പെടുത്താൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സാനിയൻ ബിതഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ ഒക്കെ പുറത്ത് മാപ്പാക്കപ്പെട്ട് ആ രീതിയിലുള്ള ഒരു നല്ല മരണം പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടബാധ്യതകൾ വീട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയ വാരത്തിൽ ചില മരണ വാർത്തകൾ, നെല്ലേങ്ങര കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ, പരേതനായ നെല്ലേങ്ങര കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ സഹധർമ്മിണി റുഖയ്യ എന്ന സഹോദരിയുടെ മരണം, അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മഞ്ചേരി കോവിലകം പൂളവീട്ടിൽ അബ്ദുൽ മജീദ് എന്ന സഹോദരൻ്റെ മരണവാർത്ത, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതവും സ്വർഗീയമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പ്രകാരം എൻ്റെ ഒരു സുഹൃത്ത് ഷബീർ മാസ്റ്റർ പൂവത്താണി, അദ്ദേഹത്തിൻ്റെ ജനാസ കാണാൻ പോയി. മന്ദസ്മിതം തൂയിക്കിടക്കുന്ന ഒരു മുഖം, 46 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അതൊരു മരണമാകുമെന്ന് ഒരാൾ നനക്കാതെ ലോകത്തിൻ്റെ ഒരു വല്ലാത്തൊരു ദയനീയതയും ഒരു വല്ലാത്തൊരു പരീക്ഷണവും അല്ലാഹു ആ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരി മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് പരീക്ഷണപരമായ അവസ്ഥയിലാണ്. അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ ആ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരുപാട് വേദനകൾ തിന്നുന്ന ആ മാരകമായ രോഗത്തിൽ നിന്ന് അവർക്ക് അല്ലാഹു മുക്തിയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അത്തരം മാരക രോഗങ്ങളിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഗസയിലെ സൂചിപ്പിച്ച പോലെ കുഞ്ഞുമക്കളടക്കമുള്ള നിരപരാധികൾ, പാവങ്ങൾ, അവരുടെ വിഷമങ്ങൾ തീരുന്ന, അവരും പുഞ്ചിരിക്കുന്ന ഒരു സുദിനം അള്ളാഹു അവർക്ക് കരഗതമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും അള്ളാഹു താല ദൂരീകരിച്ച് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളായി കൺകുളിർമയുള്ള കുടുംബമായി ജീവിതം ക്രമപ്പെടുത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കൺകുളിർമയുള്ള മക്കളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ബാധ്യതകളും മരണത്തിന് മുമ്പ് വീട്ടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടമുള്ള ഒരു മയ്യത്തായി മരിക്കുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണത്തോട് നീതി പുലർത്താനും അള്ളാഹു തന്ന ആ അനുഗ്രഹത്തോട് നന്ദി കാണിക്കാനും റബ്ബ് നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിനടക്കം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.